നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് സിനിമ മോഡലിംഗ് രംഗത്തും ലഹരി ഉപയോഗം അല്ലെങ്കിൽ ലഹരിയുടെ ഒഴുക്ക് ധാരാളമായി നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. നമ്മളും ആ വാർത്ത ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ മറ്റൊരു ലഹരി വേട്ടയുടെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. സിനിമകളിലും പരസ്യങ്ങളിലും തിളങ്ങിയ യുവനടിയും മോഡലുമായ അമൃത വിനോദ് എന്ന് പറയുന്ന യുവനടി അടക്കം 4 യുവാക്കളെയാണ് കോട്ടയത്ത് വെച്ച് ഇപ്പോൾ എക്സൈസ് സംഘം കഞ്ചാവുമായി കൈയോടെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. കേരള എക്സൈസ് വകുപ്പ് സംസ്ഥാനത്തുടനീളം നടത്തിവരുന്ന അതീവ രഹസ്യ സ്വഭാവമുള്ള ഓപ്പറേഷൻ തണ്ടർ എന്ന NDPS സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ മിന്നൽ പരിശോധനയിലാണ് നടിയും സംഘവും കുടുങ്ങിയിരിക്കുന്നത്. ഹോളിവുഡ് അടക്കം സിനിമകളിലും നിരവധി പരസ്യങ്ങളിലെ മോഡലുകളുമാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ യുവനടി എന്നാണ് റിപ്പോർട്ടുകൾ. ഈ യുവനടിയെ കൂടാതെ കോട്ടയം സ്വദേശിയായിട്ടുള്ള റെജി 26 വയസ്സ്, മീനാക്ഷി മനോജ് 25 വയസ്സ്, മാത്യു മനോജ് 24 വയസ്സ് എന്നിവരും എക്സൈസിന്റെ പിടിയിലായിട്ടുണ്ട്. അതായത് ഇവരുടെയൊക്കെ പ്രായങ്ങൾ വെറും 24, 25, 26 വയസ്സുകൾ മാത്രമാണ്. കുറച്ചൊക്കെ സിനിമകളിലും മറ്റുമായിട്ട് ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന യുവ നടിമാരാണ് ഇത്തരത്തിൽ കഞ്ചാവ് കയ്യിൽ വെച്ചതിന്റെ പേരിൽ പിടിയിലായിരിക്കുന്നത്. കേരള എക്സൈസ് വകുപ്പ് നടത്തി വരുന്ന NDPS സ്പെഷ്യൽ ഡ്രൈവായ ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ പ്രത്യേക പരിശോധനയിലാണ് കഞ്ചാവ് കൈവശം വെച്ച് സൂക്ഷിച്ച കുറ്റത്തിന് പാമ്പാടി എക്സൈസ് റേഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ചിത്രങ്ങൾ സഹിതമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പിടിയിലായ യുവാക്കൾ രാത്രികാല പാർട്ടികൾ കൊഴിപ്പിക്കുന്നതിനുമായി സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിരുന്നതായാണ് എക്സൈസിന് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. കോട്ടയത്തെ വിവിധ ഭാഗങ്ങളിൽ ഇവർ കഞ്ചാവുമായി കറങ്ങുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം ഇവരെ ദിവസങ്ങളായി നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒടുവിൽ കൃത്യമായ തെളിവുകളോടെ പാമ്പാടിയിൽ വെച്ചാണ് എക്സൈസ് സംഘം ഇവരെ വളഞ്ഞ് പിടികൂടുന്നത്. ഇതിൽ അമൃത എന്ന് പറയുന്ന യുവനടിയുടെ അറസ്റ്റോടെ സിനിമ മോഡലിംഗ് മേഖലയിലെ കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ മൊബൈൽ ഫോണുകളും സോഷ്യൽ മീഡിയ ചാറ്റുകളും എക്സൈസ് സൈബർ സംഘം വിശദമായി തന്നെ പരിശോധിച്ചു വരികയാണ്. കാരണം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്ന യുവാക്കളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ലഹരിയുടെ ആഴങ്ങളിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഈ മേഖലയിലും ഇന്ന് സുലഭമായി തന്നെയാണ് ഇടനിലക്കാർ വഴി ലഹരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കയ്യോടെ ഇതിന്റെ വേരറുക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഓപ്പറേഷൻ തണ്ടറിനുള്ളത്. അതേസമയം തന്നെ ഓപ്പറേഷൻ തൂഫാൻ നമുക്കറിയാം, കൊടുങ്കാറ്റായി തന്നെയാണ് തൂഫാൻ കേരളത്തിൽ ആഞ്ഞടിക്കുന്നത്. ഇന്ന് നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു പ്രത്യേക പരിപാടിയുണ്ട്. അതായത് പെരുമ്പാവൂരിനെ ലഹരി മുക്തമാക്കാനുള്ള പ്രത്യേക പരിപാടികളുമായിട്ടാണ് ആഭ്യന്തര വകുപ്പ് ഇന്ന് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇന്ന് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി അദ്ദേഹം പെരുമ്പാവൂരിൽ നേരിട്ട് എത്തിയാണ് ഇത്തരത്തിലൊരു ബോധവൽക്കരണം നടത്താൻ പോകുന്നത്. നാട്ടുകാരും വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന ജനസഭയ്ക്ക് ശേഷം ബായ് കോളനിയിലെത്തി ഇതര സംസ്ഥാന തൊഴിലാളികളുമായി ചെന്നിത്തല നേരിട്ട് സംസാരിക്കും. പെരുമ്പാവൂരിലും അവിടെയുള്ള മറ്റുള്ള പരിസര പ്രദേശങ്ങളിലും ലഹരി ഉപയോഗം വർദ്ധിക്കുകയാണെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് പ്രദേശത്ത് പ്രത്യേക പരിപാടി നടത്താൻ ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി 1 മാസം കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് 30 കോടിയുടെ നിരോധിത ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിരിക്കുന്നത്. 1 മാസക്കാലം സംസ്ഥാനമൊട്ടാകെ പോലീസ് നടത്തിയ പരിശോധനകളെ തുടർന്ന് എടുത്തത് 5353 കേസുകൾ വരെയാണ്. 5736 ആൾക്കാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം 6005 ബോധവൽക്കരണ ക്ലാസുകളും 279 കൗൺസിലിങ്ങുകളും പോലീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ആഭ്യന്തരമന്ത്രി എത്തുന്ന ഈ ബായ് കോളനി പലപ്പോഴും വാർത്തകളിൽ കേട്ടിട്ടുള്ളതാണ്. ഈ ബായ് കോളനി എന്താണ്? ഈ ബായ് കോളനി പുതിയ പാഠം എന്ന ഒരു പാടശേഖരമായിരുന്നു ഇന്ന് ബായ് കോളനി അല്ലെങ്കിൽ ബംഗാൾ കോളനി, അതുമല്ലെങ്കിൽ കണ്ടന്തറ കോളനി എന്നൊക്കെ പറയുന്ന അതിഥി തൊഴിലാളികൾ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. അതുകൊണ്ടാണ് ഈ ബായ് കോളനി എന്ന് പറയുന്നത്. പെരുമ്പാവൂരിലെ ലഹരി വിൽപ്പനയും പെൺവാണിഭവുമായി ബന്ധപ്പെട്ട അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം കൂടിയാണ് ബായ് കോളനി. അതായത്
പല നിയമ ലംഘനങ്ങൾ അതിനുള്ളിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലഹരിയുടെ ഒഴുക്ക്, അതുപോലെ തന്നെ പെൺവാണിഭം അതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള വളരെ നടുക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ലഹരി വ്യാപനത്തിനെതിരെ നാട്ടുകാർ സംഘടിക്കുകയും കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് എത്തുകയും ചെയ്തതോടെയാണ് ഇവിടെ പോലീസ് ഇടപെടൽ കൂടിയത്. ഇന്ന് ദിവസത്തിൽ ഒരു 3-4 വട്ടമെങ്കിലും പോലീസ് ജീപ്പ് ഇതിലെ റോന്ത് ചുറ്റി കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു ബായ് കോളനി, കേരളത്തിന് പെരുമ്പാവൂരിനുള്ളിൽ ഈ ബായ് കോളനി ഇത്ര വലിയ ശ്രദ്ധാകേന്ദ്രമാകുന്നത് എന്നുള്ളത് പരിശോധിക്കാം. അതായത് പെരുമ്പാവൂരിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ബായ് കോളനി എന്ന് പറയുന്ന ഈ പ്രദേശം. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററോളം അകലെ മാവിൻ ചുവട് പാലക്കാട്ട് താഴം ഭാഗത്ത് നിന്ന് ഇവിടേക്ക് പ്രവേശിക്കാം. കുന്നത്തുനാട് താലൂക്കിന്റെ ഭാഗമായ ഇവിടം വാഴക്കുളം, വെങ്ങോല പഞ്ചായത്തുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാന റോഡിൽ നിന്ന് 100 മീറ്ററോളം അകത്തേക്ക് കയറുമ്പോൾ ഇടതുഭാഗത്ത് ഇപ്പോഴും വയലാണ്. മുമ്പോട്ട് വരുമ്പോഴാണ് നടുക്ക് ബോക്സുകൾ അടുക്കി വെച്ചതുപോലെ 3 നില കെട്ടിടം. കെട്ടിടത്തിന്റെ റോഡിലേക്ക് തുറക്കുന്ന ഭാഗം മുഴുവൻ ശുചിമുറി സംവിധാനങ്ങളാണ്. ഈ കെട്ടിടത്തിന്റെ ഇടത്തേക്കും വലത്തേക്കുമായി ചെറിയ 2 റോഡുകൾ. അതിന്റെ ഒരു മൂലയ്ക്കായി അടുത്തിടെ നാട്ടുകാർ ഉയർത്തിയ സമരപന്തൽ കാണാനായിട്ട് സാധിക്കും. ഈ 2 ഭാഗത്തു കൂടിയും ബായ് കോളനിയിലേക്ക് പ്രവേശിക്കാം. ചെറിയ കടകളും താമസ സ്ഥലങ്ങളും ഒക്കെ കടന്നു ചെന്നാൽ വീണ്ടും ഒരു ഭാഗത്തായി വഴി പിരിഞ്ഞു പോകുന്നു. അതിലെ ഒരു 50 മീറ്റർ അകത്തേക്ക് നടന്നാൽ കോളനി അവസാനിക്കുന്നു. അതിനപ്പുറം പ്രദേശവാസികളുടെ താമസ സ്ഥലങ്ങളാണ്. അവിടെ മുതലാണ് വെങ്ങോല പഞ്ചായത്ത് ഉള്ളത്. തിരികെ സമരപന്തലിന്റെ മുന്നിൽ നിന്ന് ഇടത്തേക്കുള്ള വഴിയിലേക്ക് പ്രവേശിച്ചാൽ നിറയെ മൊബൈൽ കടകളും ചെറിയ ഹോട്ടലുകളുമാണ് കാണാനായിട്ട് സാധിക്കുക. അവിടെ പിന്നീട് ആ പുറത്തേക്ക് വരുന്ന ഭാഗത്തും അവിടെയുള്ള പ്രദേശവാസികളുടെ സ്ഥലങ്ങളാണ്. അതായത് ഈ ഒരു ബായ് കോളനിയിൽ മാത്രം 2500-നും 400-നും ഇടയിൽ മനുഷ്യർ വളരെ തിങ്ങി പാർക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ചെറിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് സ്ഥല ഉടമസ്ഥ തന്നെയാണ് ഇതര സംസ്ഥാനക്കാരായ തൊഴിലാളികളെ ഇവിടേക്ക് ക്ഷണിക്കുന്നത്. അന്ന് 10 രൂപയായിരുന്നു രാത്രി ഉറങ്ങുന്നതിനും രാവിലെ ശുചിമുറി സംവിധാനം ഉപയോഗിക്കുന്നതിനും ദിവസം ഈടാക്കിയിരുന്നത്. ഒരു മുറിയിൽ 20 മുതൽ 25 പേർ അത്തരത്തിൽ രാത്രി ജോലി കഴിഞ്ഞ് ഇവിടെ അന്തി ഉറങ്ങിയിരുന്നു. രാവിലെ ജോലിക്ക് പോയി ഓരോരുത്തരിൽ നിന്നും 10 രൂപ വീതം കെട്ടിട ഉടമകൾ ഈടാക്കുകയും ചെയ്തു. പതുക്കെ ചിത്രം മാറി വന്നു. കൂടുതൽ തൊഴിലാളികൾ നമ്മുടെ കേരളത്തിലേക്ക് തൊഴിൽ അന്വേഷിച്ച്, പ്രത്യേകിച്ച് ഈ പെരുമ്പാവൂർ ഭാഗത്തൊക്കെ തൊഴിൽ അന്വേഷിച്ച് എത്തിയതോടെ വാസസ്ഥലം ഇല്ലാതെയായി തുടങ്ങി. ഇപ്പോൾ അവിടുത്തെ ഉടമകൾ തന്നെ കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചു തുടങ്ങി. അതിനിടെയാണ് ഇവിടെ എത്തുന്ന തൊഴിലാളികളെ ലക്ഷ്യമിട്ട് ബംഗാളി ശൈലിയിലുള്ള ലളിതമായ ഭക്ഷണം നൽകുന്ന ചെറിയ കടകളും ഇവിടെ ആരംഭിക്കുന്നത്. ഇതും അവിടെ ഒട്ടേറെ തൊഴിലാളികളെ ഇവിടേക്ക് ആകർഷിച്ചു. അതായത് അവരുടെ തനത് രുചി അനുസരിച്ചിട്ടുള്ള ഭക്ഷണം കൂടി ഇതിനുള്ളിൽ നിന്ന് കഴിക്കാം എന്നുള്ളത്. അങ്ങനെ കൂടുതൽ ഭായിമാർ ഈ ബായ് കോളനിയിലേക്ക് താമസം തേടി എത്തി തുടങ്ങി. 10 രൂപയ്ക്ക് രാത്രി ഉറങ്ങാൻ ഈടാക്കിയെടുത്ത് നിന്ന് മാസവാടക ഇനത്തിലേക്ക് കാര്യങ്ങൾ മാറി. പക്ഷെ കാര്യമായ പരിശോധനകളൊന്നും ഇവിടെ ഉണ്ടായില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് 2800 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മുഴുവൻ താമസക്കാരും ഇതര സംസ്ഥാനക്കാർ തന്നെയാണ്. സ്ഥലം, കെട്ടിട ഉടമകൾ മലയാളികളും. കോളനിക്ക് അകത്ത് വീടുണ്ടായിരുന്ന മലയാളികളൊക്കെ തന്നെ അത് വാടകയ്ക്ക് നൽകി പുറത്തേക്ക് താമസം മാറ്റുകയാണ് ഉണ്ടായത്. ഇങ്ങനെ തൊഴിലാളികൾ കൂട്ടത്തോടെ ഇങ്ങനെ ഒരു ഏരിയയിൽ വന്ന് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉല്ലാസങ്ങൾക്ക് മറ്റുമായിട്ടുള്ള മാർഗങ്ങൾ അവിടെ തെളിഞ്ഞു വന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇവിടുത്തെ ഒരു കെട്ടിടം കേന്ദ്രീകരിച്ച് ആരംഭിച്ച ചീട്ടുകളി പരിപാടി. വൈകിട്ട് ഈ തൊഴിലാളികളൊക്കെ തന്നെ ജോലി കഴിഞ്ഞെത്തുന്നു. പിന്നീട് ഒരു 7 മണിക്ക് ആരംഭിച്ച് രാത്രി 9 മണി വരെ ഇവിടെ ചീട്ടുകളി തുടരുമായിരുന്നു. ഇത്തരത്തിൽ ഒട്ടേറെ തൊഴിലാളികളുടെ വരുമാനം ആയിരങ്ങളായി കുമിഞ്ഞ് നടത്തിപ്പുകാരിലെത്തി. ഇതിൽ മലയാളികളും ഇടനിലക്കാരായ തൊഴിലാളികളും ഉണ്ടായിരുന്നു. പിന്നീട് അടുത്ത ഘട്ടമായിരുന്നു ലഹരിയുടെ വരവ്. ഒഡീഷയിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമൊക്കെ എത്തുന്ന കഞ്ചാവായിരുന്നു ഇവിടെ തുടക്കം. ഇതിന്റെ വ്യാപനവും പെട്ടെന്നായിരുന്നു. ബായ് കോളനി കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പനയും മുറുകിയതോടെ തൊഴിലാളികളും നാട്ടുകാരും ഒക്കെ ഇവിടേക്ക് എത്തി തുടങ്ങി. ലഹരി വ്യാപനത്തിനെതിരെ പോരാടുന്ന ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും ഒറ്റ ശ്വാസത്തിൽ പറയുന്ന കാര്യമുണ്ട്: ഈ തൊഴിലാളികൾ ഇതിന്റെ വിൽപ്പനക്കാരും അത് ഉപയോഗിക്കുന്നവരുമാണ്. കച്ചവടക്കാരിൽ മലയാളികളുമുണ്ട്. ലഹരി വിൽപ്പനയ്ക്ക് അറസ്റ്റിലാകുന്നവരൊക്കെ ദിവസങ്ങൾക്കുള്ളിലാണ് പുറത്തു വരുന്നത്. നാട്ടുകാർ ഈ ബായ് കോളനിക്ക് മുന്നിൽ ഒരു സമരപന്തലൊക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കഞ്ചാവ്, മരുന്ന്, പെണ്ണ് എന്നിവയ്ക്കായി ഇങ്ങോട്ട് വന്നാൽ തല്ലും തല്ലും തല്ലും. ഇതോടെ ബായ് കോളനിയിൽ
കോളനിയിലെ പ്രശ്നങ്ങൾ വലിയ തോതിൽ ചർച്ചയായി. അന്നു മുതലാണ് പ്രദേശത്ത് പോലീസിന്റെ സാന്നിധ്യം കൂടിയത്. അതായത് ഒരു ചെറിയ തൊഴിലിനായിട്ട് എത്തിയിരുന്ന ഒരു വിഭാഗം ആളുകൾ ദിവസം വളരെ തുച്ഛമായ ഒരു പൈസയ്ക്ക് അവിടെ കിടന്നുറങ്ങുന്നു, രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്നു. അങ്ങനെ ഉണ്ടായിരുന്നവർ പിന്നീട് അവിടെ സ്ഥിര താമസമാക്കി, മാസ വാടക ഇനത്തിൽ കൊടുത്തുകൊണ്ട് സ്ഥിര താമസമാക്കി. പിന്നീട് ഉല്ലാസത്തിനായിട്ട് ചീട്ടുകളിൽ നിന്ന് തുടങ്ങി ലഹരി, പിന്നീട് പുറത്തു നിന്ന് സ്ത്രീകളെ എത്തിച്ച് പെൺവാണിഭം അടക്കമുള്ള വലിയൊരു എന്താ പറയുക, നമ്മുടെ ഒരു നാട്ടിൽ താമസിച്ചിട്ട് അതിനുള്ളിൽ മറ്റൊരു ഗ്രാമം പോലെ അല്ലെങ്കിൽ മറ്റൊരു നഗരം പോലെ ജീവിക്കുന്ന ഒരു സ്ഥലം പോലെയാണ് ഈ ബായ് കോളനി. ഏതായാലും ഇന്ന് അവിടെയാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി എത്തുന്നത്. തീർച്ചയായിട്ടും അവിടെ ഒറ്റയടിക്ക് ഒരു നിമിഷം കൊണ്ട് ആഭ്യന്തരമന്ത്രിയുടെ ഒരു പ്രസംഗം കൊണ്ടൊന്നും അവിടെ എല്ലാം തുടച്ചു നീക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും അല്പാൽപമായി അവിടെ നിന്ന് ലഹരി പൂർണ്ണമായും, ഈ ഇടനിലക്കാരെ അടക്കം അവിടെ ലഹരി ഉപയോഗിക്കുന്നവരെയൊക്കെ തന്നെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് സാധിക്കും. ഓപ്പറേഷൻ തൂഫാൻ കൊണ്ട് സാധിക്കും.